പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും പേട് എന്ന കവിത ഇഷ്ടമായില്ലേ? നമുക്ക് പേടിനെ കുറിച്ചുള്ള ഒരു പാട്ട് കേട്ടാലോ? सर करती हवा चले तो सर सर करता पेड़, धूप खिले तो खूब चमकता, चम चम करता पेड़। सर सर करती हवा चले तो सर सर करता पेड़, धूप खिले तो खूब चमकता, चम चम करता पेड़। झम 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 पानी बरसे तो झम झम करता पेड़, चिड़िया आए तो चिड़ियों सा खूब चहकता पेड़, फल आए तो टप 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 टप, फल आए तो टप 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 खूब टपकता पेड़। कैसा जादू कैसा जीवन क्या क्या बनता पेड़। सर सर करती हवा चले तो सर सर करता पेड़, धूप खिले तो खूब चमकता, चम चम करता पेड़। सर सर करती हवा चले तो सर सर करता पेड़, धूप खिले तो खूब चमकता, चम चम करता पेड़। ഇനി നമുക്കൊരു കഥ പഠിക്കാം. മരത്തെ സ്നേഹിച്ച പെൺകുട്ടിയുടെ കഥ. നേഹ സിംഗ് എഴുതിയിരിക്കുന്ന ഈ കഥ വർഷങ്ങൾക്ക് മുന്നേ പ്രകൃതിയെ സ്നേഹിച്ച ജൂലിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കഥയാണ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 14 എടുക്കുക. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 14 എടുത്ത് നമുക്ക് പാഠഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. നോക്കൂ. एक रोज कुछ हट्टे कट्टे आदमी एक बड़े से पेड़ को काटने पहुंचे. റോസ് എന്ന് പറഞ്ഞാൽ എന്നും അല്ലെങ്കിൽ ദിവസേന എന്നർത്ഥം. ഏക് റോസ് ഇവിടെ ഒരു ദിവസം എന്നർത്ഥമാണ് വരുന്നത്. കുച്ച് ഹട്ടേ കട്ടെ ആദമി, കുറച്ച് ഹട്ടാ കട്ട, ബലവാൻ. ഹട്ടാ കട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? ബലവാൻ, ആരോഗ്യവാനായിട്ടുള്ള. അപ്പോൾ ആരോഗ്യവാനായിട്ടുള്ള ആദമി, ആദമി ആരാണ്? ആളുകൾ, വ്യക്തികളാണ്. ഏക് ബഡേ സെ പേട് കോ കാട്ടിനെ പहुंचे. അവരെന്തിനാണ് എത്തിയത്? ഏക് ബഡേ സെ പേട് കോ, ഒരു വലിയ മരത്തെ മുറിക്കാൻ വേണ്ടിയിട്ടാണ് അവരെത്തിയിരിക്കുന്നത്. ഏക് റോസ് കുച്ച് ഹട്ടേ കട്ടെ ആദ്മി, കുറച്ച് ബലവാനായ കുറച്ച് ആളുകൾ എന്ത് ചെയ്തു? ഏക് ബഡേ സെ പേട് കോ, ബഡേ സാ പേട്, വലിയ മരം. ഇവിടെ പേടിന്റെ വിശേഷണം എന്താണ്? ബഡേ എന്ന വാക്കുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാം, ബഡേസെ എന്നതിലെ വിശേഷണ ശബ്ദം എന്താണെന്ന് പരീക്ഷ ചോദിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് എഴുതും? ബഡേ എന്നതാണ് അതിന്റെ വിശേഷണ ശബ്ദമായിട്ട് എഴുതേണ്ടത്. കാട്ടിനെ പहुंचे, എന്താണ് കാട്ടന എന്ന് പറഞ്ഞാൽ? കാട്ടിനെ മുറിക്കാൻ വേണ്ടി. കാട്ടിനേക്കെ പहुंचे എന്ന് പറഞ്ഞ അർത്ഥം മുറിക്കാൻ വേണ്ടി എത്തിച്ചേർന്നു. ഏക് ലഡ്കി ഉനെ ദേഖ് ലിയ, ഏക് ലഡ്കി ഒരു പെൺകുട്ടി, ഉനെ ദേഖ് ലിയ അവരെ കണ്ടു. ആരെ കണ്ടു? ജോ പേട് കാട്ടനെ കേലി ആയാ ഹെ, മരം മുറിക്കാനായി വന്ന ആളുകളെ ആരാ കണ്ടത്? ഏക് ലഡ്കീനെ ദേഖ, ഒരു പെൺകുട്ടി കണ്ടു. ഓ ഛട്ട് പേട് പർ ചढ़ ഗയി, അവൾ ഛട്ട്, ഛട്ട് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഛട്ട് യാനി ജൽദി, വളരെ പെട്ടെന്ന്. വളരെ പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടി എന്താ ചെയ്തത്? പേട് പർ ചढ़ ഗയി, പേട് പർ ചढ़ന മരത്തിൽ കയറുക. തോ ആദ്മിയോങ്കോ ദേഖുക, ആളുകളെ കണ്ട നമ്മളെ പെൺകുട്ടി എന്ത് ചെയ്തു? ഛട്ട് സെ പേട് പർ ചढ़ ഗയി, വളരെ പെട്ടെന്ന് ആ മരത്തിലേക്ക് കയറുകയാണ് ചെയ്തത്. ആദ്മിയോനെ പെഹ്ലെ ഉസെ സംജായ, നമ്മുടെ ആളുകൾ എന്ത് ചെയ്തു? പെഹ്ലെ ഉസെ സംജായ, ആദ്യം അവളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി. നീ മരത്തിൽ നിന്ന് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആളുകൾ എന്ത് ചെയ്തു? അവളെ പറഞ്ഞ് മനസ്സിലായി. ഫിർ ദംകായ, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടൊന്നും അവള് കേൾക്കുന്നില്ല. ഫിർ ക്യാ കിയ, ഫിർ ദംകായ, പിന്നെ അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി, അവളെ പേടിപ്പിക്കാൻ തുടങ്ങി. ബഹോ ഡരായ, വളരെയധികം പേടിപ്പിച്ചു. ഡരായ എന്ന് പറഞ്ഞതാണ് പേടിപ്പിക്കുക. എന്താണ് ഡരായ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പഠിച്ചത്? ഡയറാന, ഭയപ്പെടുത്തുക, പേടിപ്പിക്കുക. മേ നഹി ഉത്തരൂങ്കി, ആരാ പറയുന്നത്? ജൂലിയ പറയുകയാണ്. മേ നഹി ഉത്തരൂങ്കി, എന്താ ഉത്തരണ എന്ന് പറഞ്ഞാല് ഇറങ്ങുക. മേ നഹി ഉത്തരൂങ്കി, ഞാൻ ഇറങ്ങില്ല. ആര് പറഞ്ഞു? ജൂലിയാനെ കഹ, ജൂലിയാനെ കാ കഹ മേ നഹി ഉത്തരൂങ്കി.
लड़की चिल्लाई और एक शाഖा पर बैठ गई. ലടുക്കി ചില്ലായി. എന്താ ചില്ലാന എന്ന വാക്കിനർത്ഥം? ചില്ലാന ഒച്ച വെക്കുക, ബഹളം വെക്കുക. ലടുക്കി ചില്ലായി, നമ്മുടെ പെൺകുട്ടി ബഹളം വെച്ചുകൊണ്ട് ഏക് ഷാഖാ പർ ജാ ബൈഠ് ഗയി. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു ശാഖ, എന്താ ശാഖ എന്ന് പറഞ്ഞാൽ ചില്ലയിലേക്ക്, ഒരു ചില്ലയിലേക്ക് ജാ ബൈഠി പോയിരുന്നു. ലടുക്കി ചില്ലാക്കർ ക്യാ കിയാ? ഏക് ഷാഖാ പർ ജാ ബൈഠി, ഒരു ചില്ലയിലേക്ക് പോയിരുന്നു. ആദ്മിയോനെ സോച്ച ആഖിർ കബി തോ ഉത്തരേങ്കി. നമ്മുടെ ആളുകൾ ചിന്തിച്ചു, ആ പെൺകുട്ടിയല്ലേ, എത്ര കാലമാണ് ഈ മരത്തിൽ കയറിയിരിക്കുക, കബീത്ത് ഉത്തരവെങ്കി, എപ്പോഴെങ്കിലും നമ്മൾ ഇറങ്ങുക തന്നെ ചെയ്യും. ആദ്മിയോനെ സോച്ച, ആദ്മിയോനെ ക്യാ സോച്ച? ആ ലടുക്കി ഹേ കബീത്ത് ഉത്തരവെങ്കി, പെൺകുട്ടിയല്ലേ, അവൾ എപ്പോഴെങ്കിലും ഇറങ്ങിക്കോളൂ എന്ന് ചിന്തിച്ചു. തബ് കാട്ടേങ്കെ പേടുക്കൂ, അവൾ ഇറങ്ങിയാൽ എന്ത് ചെയ്യണം? തബ് കാട്ടേങ്കെ, നമുക്ക് ആ മരം അങ്ങ് മുറിച്ചു കളയണം. തബ് കാട്ടേങ്കെ, കാട്ടിനെ മുറിക്കുക. കാട്ടേങ്കെ പേടുക്കോ, നമുക്ക് എന്ത് ചെയ്യാം? ആ മരത്തെ മുറിച്ചു കളയാം. എന്ത് ചെയ്ത് കഴിഞ്ഞാല്? പെൺകുട്ടി ഇറങ്ങി കഴിഞ്ഞാൽ. ദിൻ ഹഫ്തെ മഹീനെ ബീത് കെ, ദിവസങ്ങൾ കടന്നുപോയി. മഹീനെ ബീത് കെ, മാസങ്ങൾ കടന്നുപോയി. ഹഫ്തെ, ഹഫ്ത എന്താണ്? ആഴ്ചകൾ. എന്തൊക്കെ കടന്നുപോയത്? ദിൻ ഹഫ്തെ മഹീനെ, ദിവസങ്ങൾ, ഹഫ്തെ ആഴ്ചകൾ, മഹീനെ മാസങ്ങൾ കടന്നുപോയി. ബീത് ഗയ എന്ന് പറഞ്ഞ എന്താണ്? കടന്നു പോവുക. പർ ലഡ്കി നഹി ഉത്തരി, എന്നാലും ആ പെൺകുട്ടി എന്ത് ചെയ്തില്ല? നഹി ഉത്തരി, അവിടെ നിന്നും ഇറങ്ങിയില്ല. എവിടെ നിന്ന് ഇറങ്ങാത്തത്? ആ മരത്തിൽ നിന്നും ആ പെൺകുട്ടി ഇറങ്ങാൻ തയ്യാറായില്ല. ലോകോങ്കോ ജബ് പതാ ചല, ആളുകളെല്ലാം ഇത് അറിഞ്ഞു, ഒരു പെൺകുട്ടി മരത്തിൽ കയറി ഇരിക്കുന്നുണ്ട് എന്ന വിവരം നമ്മൾ ആളുകളെല്ലാം അറിഞ്ഞു. ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ മൊബൈലുമായി വാട്സപ്പ് ഷൂട്ട് ചെയ്യാനായിട്ട് പോകും അല്ലെ. ആ കാലത്ത് എന്താ ചെയ്തത്? ലോകോക്കോ ഈ പതാ ചല, ജനങ്ങൾക്ക് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ എന്താ ചെയ്തത്? उसके लिए खाना, पानी, स्टाव, കിതാബേ, ഗദ്ദ, കമ്പൽ, കപ്പടെ സാബ് ലേ ആയെ. എന്താ നമ്മൾ ആളുകൾ ചെയ്തത്? ഉസ്കെ ലിയെ, അവൾക്ക് വേണ്ടി, ഖാന ഭക്ഷണം, പാനി വെള്ളം, സ്റ്റൗ സ്റ്റൗ, കിതാബേ പുസ്തകങ്ങൾ, ഗദ്ദ മെത്ത, കമ്പൽ പുതക്കാനുള്ള കമ്പിളി പുതപ്പ്, കപ്പടെ വസ്ത്രങ്ങൾ, സാബ് ലിയായെ എല്ലാം കൊണ്ടുവന്നു. ഇങ്ങനെ ഒരു പെൺകുട്ടി മരത്തെ സംരക്ഷിക്കാൻ മുകളിൽ കയറിയിരിക്കുന്നുണ്ട് എന്ന് കരുതിയപ്പോൾ ലോഗോനെ ക്യാക്യാലായെ, ജനങ്ങൾ എന്തെല്ലാം കൊണ്ടുവന്നെന്നാണ് ഉത്തരം എഴുതേണ്ടത്? ലോഗോനെ ഗാന, പാനി, സ്റ്റാവ്, കിതാബേ, ഗദ്ദ, കമ്പൽ, കപ്പടെ, സബ് ലിയായെ, ഇതെല്ലാമാണ് അവർ കൊണ്ടുവന്നത്. സബ് ലിയാന, എല്ലാം കൊണ്ടുവരിക. ശുക്രിയ, ലഡ്കീനെ ചഹായ്. ശുക്രിയ, താങ്ക് യു, വളരെയധികം നന്ദി. ലഡ്കീനെ ചഹായ്, നമ്മുടെ പെൺകുട്ടി പിറുപിറുത്തു. ചഹാന എന്ന് പറഞ്ഞാൽ പ്രസന്ന ഹോക്കർ ബോലി, സന്തോഷത്തോടു കൂടി പറയുക. പ്രസന്ന ഹോക്കർ ബോലി എന്താണ്? സന്തോഷത്തോടു കൂടി പറയുക. ചഹാന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പരീക്ഷയ്ക്ക് എഴുതേണ്ടത് പ്രസന്ന ഹോക്കർ ബോലി, സന്തോഷത്തോടു കൂടി പറഞ്ഞു. ഉസ്നെ ചിടിയോം കി തര പേട് पर अपना घोंसला बनाया. ഉസ്നെ ചിടിയോം കി തര, അവൾ പക്ഷികളെ പോലെ, ചിടിയോം കി തര പക്ഷികളെ പോലെ, പേട് पर अपना घोंसला बनाया, മരത്തിൽ തന്റെ കൂട് തയ്യാറാക്കി. പേട് पर क्या बनाया? अपना घोंसला. घोंसला इसका वाक्य का अर्थ क्या है? घोंसला यानी പക്ഷികളുടെ കൂട്, കിളിക്കൂട്. घोंसला बना लिया. ബാരിഷായി, സർദിയായി, ഭയങ്കര ആന്തി തൂഫാനായി, ബർഫ് പടി. എന്തെല്ലാം സംഭവിച്ചു? ബാരിഷായി, സർദിയായി. ബാരിഷ് ക്യാ ഹെ? ബാരിഷ് മഴ. ബാരിഷാന മഴ പെയ്തു. സർദിയായി, സർദിക്ക് അർത്ഥ ക്യാ ഹെ? തണുപ്പ്. സർദിയായി, തണുപ്പ് വന്നു. ഭയങ്കര ആന്തി, ഭയങ്കരമായ ആന്തി. ആന്തി എന്താണ്? കൊടുങ്കാറ്റ്. തൂഫാൻ, ശക്തമായ കാറ്റുകൾ എല്ലാം വീശിയടിച്ചു. ബർഫ് പടി, മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. पर पेड़ से लड़की को बचाने के रखा. पेड़ ने लड़की को बचाए रखे. ആ മരം എന്ത് ചെയ്തു? ഉസ് ലഡ്കി കോ ബച്ചായേ രഖെ, ആ പെൺകുട്ടിയെ സംരക്ഷിച്ചു നിർത്തി. ആരാണ് സംരക്ഷിച്ചത്? പേടിനെ കിസ്കോ ബനായ, പേടിനെ കിസ്കോ ബച്ചായ, പേടിനെ ഉസ് ലഡ്കി കോ ബച്ചായ, ആ പെൺകുട്ടിയെ സംരക്ഷിച്ചു. और लड़की ने पेड़ को, लड़की किसको बचाया? लड़की ने पेड़ को बचाया. പെൺകുട്ടി ആരെ സംരക്ഷിച്ചത്? പെൺകുട്ടി മരത്തെയുമാണ് സംരക്ഷിച്ചത്. कहानी पढ़कर सुनाओ. कभी लड़की पेड़ से पूछती है तो कभी पेड़ लड़की को अपने पत्तों से हवा का बहता राग सुनाता. कहानी पढ़कर सुनाओ, കഥ കേൾപ്പിച്ചു തരട്ടെ. പെൺകുട്ടി ചോദിക്കുകയാണ് ആരോട്? കബി ലഡ്കീനെ പേട് സെ പൂസ്തി, പെൺകുട്ടി ആരോട് ചോദിച്ചു? പേട് സെ, മരത്തോട് ചോദിച്ചു. ക്യാ പൂച്ച ലഡ്കീനെ പേട് സെ? കഹാനി പഠിക്കർ സുനാവു, ഞാൻ കഥ കേൾപ്പിച്ചു തരട്ടെ. കബി ലഡ്കീനെ പേട് സെ പൂസ്തി തോ, അപ്പോഴോ കബി
पेड़ ने लड़की को अपने पत्तों से हवा का बहता राग सुनाया. ചിലപ്പോൾ മരം എന്ത് ചെയ്തു? ലഡ്കിക്കോ, പെൺകുട്ടിക്ക് അപ്പനെ പത്തോസെ, തന്റെ ഇലകളിൽ നിന്നും ഹവാക്ക ബഹത്ത, കാറ്റിന്റെ ഒഴുകുന്ന രാഗം, ശബ്ദം എന്ത് ചെയ്തു? കേൾപ്പിച്ചു. സുനാത്ത, കേൾപ്പിച്ചു. ഹട്ടെ കട്ടെ आदमियों के सेठ ने अजीबो गरीब तरकीबें लगाई. ഹട്ടെ കട്ടെ ആദമിയോ കെ സേട്ട്, ആ ബലവാന്മാരായ ആദമിയൊക്കെ, ആളുകളുടെ സേട്ടിനെ, സേട്ട് എന്ന് പറഞ്ഞാൽ മുതലാളി, എന്ത് ചെയ്തു? അജീബോ ഗരീബ് തർക്കീബ്, അജീബോ ഗരീബ്, വിചിത്രമായിട്ടുള്ള തർക്കീബ്. തർക്കീബ് മത്ലബ് ഹോത്തി ഹെ ഉപായ്, ഉപായങ്ങൾ, സൂത്രങ്ങൾ. ലഗായി, സൂത്രങ്ങൾ പ്രയോഗിച്ചു. ആ വ്യക്തിയുടെ, ആ ആളുകളുടെ മുതലാളി എന്ത് ചെയ്തു? അജീബോ ഗരീബ്, വിചിത്രമായ ചില ഉപായങ്ങൾ പ്രയോഗിച്ചു. കബി പേड़ के नीचे लाउड स्पीकर पर तेज शोर मचाया. കബി പേड़ के नीचे, ചിലപ്പോഴൊക്കെ ആ ആൾ എന്ത് ചെയ്തു? ലൗഡ് സ്പീക്കർ ഉപയോഗിച്ച് പേड़ के नीचे, മരത്തിന്റെ ചുവട്ടിൽ നിന്നും തേജ് ഷോർ മച്ചായ, ശക്തമായ ബഹളമുണ്ടാക്കി. ലൗഡ് സ്പീക്കർ ഉപയോഗിച്ച് ഒച്ചത്തിൽ എന്ത് ചെയ്തു? ഷോർ മച്ചായ, ഷോർ മച്ചാന ബഹളം ഉണ്ടാക്കുക. ഷോർ മച്ചായ. കബി പേड़ के ऊपर ഹെലികോപ്റ്റർ ഉടാക്കർ, കബി പേड़ के ऊपर, ചിലപ്പോൾ പേड़ के ऊपर, മരത്തിന്റെ മുകളിലേക്ക് ഹെലികോപ്റ്റർ ഉടാക്കർ, ഹെലികോപ്റ്റർ ഉയർത്തിക്കൊണ്ട് ലഡ്കിക്കോ രാത്ത് പർ ജഗായ രക്ക, ലഡ്കി, ആ പെൺകുട്ടിയെ രാത്രി മുഴുവൻ ഉറക്കം ഇല്ലാതെ, ഉറങ്ങാൻ സമ്മതിക്കാതെ നിർത്തി. ആര്? ഹെലികോപ്റ്റർ ഉപയോഗിച്ച് നമ്മുടെ ആ മരം മുറിക്കാൻ വന്ന ആളുകളുടെ മുതലാളി എന്ത് ചെയ്തു? ഹെലികോപ്റ്ററൊക്കെ ഉപയോഗിച്ച് രാത്രി മുഴുവൻ ആ മരത്തിന്റെ മുകളിൽ ശബ്ദം ഉണ്ടാക്കി അവളെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. തും ഹമാരി ദോസ്തി കബി നഹി തോട് പാവോങ്കി. പെൺകുട്ടി പറയാണ്, തും ഹമാരി ദോസ്തി, നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ സൗഹൃദം, ദോസ്തി മിത്രത, സൗഹൃദം, കബി നഹി തോട് പാവുങ്കി, ഒരിക്കലും മുറിക്കാൻ കഴിയുകയില്ല. ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ സൗഹൃദം നഷ്ടപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ലഡ്കിക്ക് ബുലന്ത് ആവാസ്, ലഡ്കിയുടെ ശബ്ദം എന്തായിരുന്നു? ബുലന്ത്, ഉറച്ച ശബ്ദമായിരുന്നു. ബുലന്ത് എന്ന് പറഞ്ഞാൽ ഉറച്ച ശബ്ദം. ഉൻസെ കഹത്തി, അവരോട് പറഞ്ഞു. എന്താണ്? ഉനെ കഹത്തി, അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളുടെ സൗഹൃദം എന്തു തന്നെ ചെയ്താലും അത് നഷ്ടപ്പെടുത്താൻ കഴിയുകയില്ല. നോക്കൂ, ഉൻകി അനോഖി ദോസ്തി ക കിസ്സ, ഉൻകി അനോഖി എന്ന് പറഞ്ഞാൽ വിചിത്രമായിട്ടുള്ള, ദോസ്തി ക കിസ്സ, സൗഹൃദത്തിന്റെ ഈ കഥ ദുനിയാ ഭർ മേ മഷഹൂർ ഹോഗെ, ലോകം മുഴുവൻ എന്ത് ചെയ്തു? മഷഹൂർ ഹോഗെ, പ്രസിദ്ധമായി തീർന്നു. ആരുടെ കഥ? ലഡ്കി, ജൂലിയ और ലൂന നാം കി ഇസ് പേड़ की കിസ്സ, കഥ ദുനിയാ ഭർ മഷഹൂർ ഹോഗെ, ലോകം മുഴുവൻ പ്രസിദ്ധമായി. ഉൻകെ ഇർദ് ഗിർദ് ഹസാരോं लोग इकट्ठा होने लगे. उनके इर्द गिर्द का अर्थ होती है चारों ओर, നാല് ഭാഗത്തും. ഉൻകെ ഇർദ് ഗിർദ്, അവളുടെ നാല് ഭാഗത്തും, ഹസാറോ ലോഗ്, ആയിരക്കണക്കിന് ആളുകളാണ്, ഇക്കട്ടാ ഹോനെ ലഗെ, ഒരുമിച്ച് കൂടിയത്. ഇക്കട്ടാ ഹോന, ഒരുമിച്ച് കൂടുക. ഹട്ടെ കട്ടെ ആദമിയോ और उनके सेठ को, ഹട്ടെ കട്ടെ ആദമിയോ, ബലവാനായിട്ടുള്ള ആ വ്യക്തികൾക്കും, और उनके सेठ, അവരുടെ സേട്ടിനും, അവരുടെ മുതലാളിക്കും, ലഡ്കി और पेड़, ലഡ്കി, പേട് और उनकी दोस्ती, പെൺകുട്ടിയും ആ മരവും, और उनकी दोस्ती, അവരുടെ സൗഹൃദവും, उनके ഹസാറോ ദോസ്തോ സെ, അവർക്ക് ചുറ്റും കൂടിയ ആയിരക്കണക്കിന് കൂട്ടുകാരുടെയും ആയിരക്കണക്കിന് കൂട്ടുകാരുടെയും അവസ്ഥ കണ്ട് ഡർ ലഗ്നെ ലഗ, ഭയം തോന്നി തുടങ്ങി. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹട്ടെ കട്ടെ ആദ്മിയെ, ബലവാനായ ആളുകളും അവരുടെ സേട്ടും എന്ത് കാണുകയാണ്? പെൺകുട്ടിയുടെ സൗഹൃദവും. ആ സൗഹൃദം കണ്ട് അവിടെ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആളുകളെയും കാണുകയാണ്. ഈ ആയിരക്കണക്കിന് ആളുകളെയും കണ്ടപ്പോൾ ഉനെ ഡർ ലഗ്നെ ലഗ, അവർക്ക് ഭയം തോന്നി തുടങ്ങി. 738 ദിനോ തക്, 738 ദിവസങ്ങളാണ് പേട് കാട്ട്നെ ക ഇന്തസാർ കർനെ കെ ബാദ്, 738 ദിവസങ്ങൾ പേട്ട് കാട്ട്നേക്ക, ആ മരം മുറിക്കാനുള്ള ഇന്തസാർ, കാത്തിരിപ്പിന് ശേഷം, ഏക് ദിൻ വേ ആദ്മി ചുപ് ചാപ് വഹാ സെ ജാനെ ലഗ, ഒരു ദിവസം ആ ആദ്മി, ആ ആളുകൾ, ആ മരം മുറിക്കാൻ വന്ന ആളുകൾ, ചുപ് ചാപ്, ഒന്നും പറയാതെ, വഹാ സെ ജാനെ ലഗ, അവിടെ നിന്നും പോകാൻ തുടങ്ങി.
എത്ര ദിവസത്തോളം? 738 ദിവസത്തോളം പേട് കാട്ടനെ കാ ഇന്തിസാർ കർനെ കെ ബാദ്, മരം മുറിക്കാനുള്ള ഇന്തിസാർ, കാത്തിരുന്ന് 738 ദിവസങ്ങളാണ് അവർ കാത്തിരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്? മരം മുറിക്കാൻ വേണ്ടി അവർ കാത്തിരുന്നു. ഉസ്കെ ബാദ്, അതിനുശേഷം ഏക് ദിൻ, ഒരു ദിവസം, വേ ആദമി, ആ മനുഷ്യർ എന്ത് ചെയ്തു? ചുപ് ചാപ് വഹാസെ ജാനെ ലഗ, ഒന്നും പറയാതെ അവിടുന്ന് പോകാൻ ആരംഭിച്ചു. വാദാ കരോ യഹാം കെ കിസി ബി പേട് കോ കബി നഹി കാട്ടെങ്കെ, വാദാ കരോ, നിങ്ങൾ എനിക്ക് വാക്ക് നൽകണം, യഹാം കെ കിസി ബി പേട് കോ, ഇവിടുത്തെ ഒരു മരത്തെയും കബി നഹി കാട്ടുമെങ്കിൽ, ഒരിക്കലും മുറിക്കുകയില്ല എന്ന വാക്ക് എനിക്ക് നൽകാമോ? പെൺകുട്ടി ചോദിക്കുകയാണ്, വാദാ കരോ, വാക്ക് നൽകൂ, യഹാം കെ കിസി ബി പേട് കോ, ഇവിടുത്തെ ഒരു മരത്തെയും കബി നഹി കാട്ടുമെങ്കിൽ, ഒരിക്കലും നഹി കാട്ടന, മുറിക്കുകയില്ല എന്ന് എനിക്ക് വാക്ക് നൽകുമോ? ലഡ്കീനെ സേഠ് സെ വാദാ ലിയ, പെൺകുട്ടി ആ മുതലാളിയിൽ നിന്നും എന്ത് ചെയ്തു? വാക്ക് ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ അവളെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചു. എന്ത്? ആ മുതലാളിയെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചു, ഇവിടുത്തെ ഒരു മരത്തെയും ഒരിക്കലും എന്ത് ചെയ്യില്ല? മുറിക്കുകയില്ല. സാരാ പേട്ട് ബച്ച് ഗയ്, എല്ലാ മരങ്ങളും രക്ഷപ്പെട്ടു. ആ പെൺകുട്ടിയെ കൊണ്ട് അവിടെയുള്ള എല്ലാ മരങ്ങളും രക്ഷപ്പെട്ടു. ഉസ് ലഡ്കി കാ നാം ജൂലിയ ഹെ, എന്താണ് ആ പെൺകുട്ടിയുടെ പേര്? ആ പെൺകുട്ടിയുടെ പേര് ജൂലിയ എന്നാണ്. ആരെ കൊണ്ടാണ് ആരെ കൊണ്ടാണ് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചത്? നമ്മുടെ സേട്ടിനെ കൊണ്ട്, നമ്മളെ മുതലാളിയെ കൊണ്ട് ആ പെൺകുട്ടി എന്ത് ചെയ്തു? ഒരു പ്രതിജ്ഞ ചെയ്യിച്ചു. എന്താണ് ആ പ്രതിജ്ഞ? യഹാം കെ കിസി ബി പേട് കോ, ഇവിടുത്തെ ഒരു മരത്തെയും കബി നഹി കാട്ടുമെങ്കിൽ, ഒരിക്കലും മുറിക്കില്ല എന്ന പ്രതിജ്ഞയാണ് ചെയ്യിപ്പിച്ചത്. ഉസ് ലഡ്കി കാ നാം ക്യാ ഹെ, എന്താണ് ആ പെൺകുട്ടിയുടെ പേര്? ഉസ് ലഡ്കി കാ നാം ജൂലിയ ഹെ, ആ പെൺകുട്ടിയുടെ പേരാണ് ജൂലിയ എന്ന്. ഉസ് പേട് കാ നാം, എന്താണ് ആ മരത്തിന്റെ പേര്? ഉസ് പേട് കാ നാം ലൂന ഹെ, ആ മരത്തിന്റെ പേര് ലൂന എന്നായിരുന്നു. ദോനോ ആജ് ബി പക്കേ ദോസ്ത്, അവർ രണ്ടുപേരും ഇന്നും വളരെ വലിയ സുഹൃത്തുക്കളാണ്. ദോനോ ആജ് ബി പക്കേ ദോസ്ത്, പക്കേ ദോസ്ത് എന്താണ്? വളരെ ഉറച്ച സുഹൃത്തുക്കളായിരുന്നു. എല്ലാവർക്കും കഥ വളരെയധികം ഇഷ്ടപ്പെട്ടല്ലോ. ഈ പാഠഭാഗത്തിലൂടെ കുറെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രവർത്തനം പ്രകൃതി സംരക്ഷൺ കാ एक പോസ്റ്റർ തയ്യാർ കരേ, പരിസ്ഥിതിയെ സംരക്ഷിക്കുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അത് തയ്യാറാക്കി നോക്കുക. അതുപോലെ ലിഖേ എന്ന് പറഞ്ഞിട്ട് ഒരു ബാത്ചീത്ത്, ഒരു കോൺവെർസേഷൻ, സംഭാഷണം തയ്യാറാക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ആരൊക്കെ തമ്മിലാണ്? ജൂലിയയും സേട്ടും തമ്മിൽ കഥയുടെ അവസാന ഭാഗത്തിൽ ഒരു സംഭാഷണം തയ്യാറാക്കാൻ ചോദിച്ചിട്ടുണ്ട്. അവിടെ ജൂലിയ നമ്മൾ സേട്ടിനെ കൊണ്ട് വാക്ക് കൊടുപ്പിക്കുന്നുണ്ടെന്നാണ്, ഒരിക്കലും ഈ മരം മുറിക്കില്ല എന്നുള്ളൊരു വാക്ക് സേട്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ഒരു കോൺവെർസേഷൻ, ഒരു സംഭാഷണം തയ്യാറാക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കും. അതുപോലെ കഹാനിക്ക് ഘടനാവുക്കോ ക്രമത്തിലേക്ക്, ഈ കഥയിലെ സംഭവങ്ങളെ ക്രമത്തിൽ എഴുതാനുള്ള ഒരു ചോദ്യം കൂടി 19ാമത്തെ പേജിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കഥാഭാഗം വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആ കഥകളെ ക്രമത്തിൽ എഴുതാൻ വളരെയധികം എളുപ്പത്തിൽ ചെയ്യുക. ഇത്രയും പ്രവർത്തനങ്ങളാണ് പാഠഭാഗത്തിൽ പ്രധാനമായിട്ടും വന്നിട്ടുള്ളത്. എല്ലാവരും കഥ നല്ല പോലെ വായിക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടി ആൻസർ ചെയ്യുകയും ചെയ്യുക. എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ നമസ്തേ.